ഹായ് എവരിവൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പരാമർശിക്കാൻ ഉദ്ദേശിച്ചുള്ളത് എൻഷുർ പൗഡർ എന്നുള്ള ഒരു ശരീരത്തിന് ആരോഗ്യം നൽകുന്ന, അല്ലെങ്കിൽ പവർ നൽകുന്ന, അല്ലെങ്കിൽ കൂടുതൽ എനർജി ലഭ്യമാക്കാൻ സഹായകമാകുന്ന ഒരു ന്യൂട്രീഷണൽ പൗഡറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. സോ നമുക്ക് നോക്കാം ഫുൾ ഡീറ്റെയിൽ ഈ ഒരു പൗഡറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പ്രൊഡക്റ്റാണ് എൻഷുർ പൗഡർ എന്നുള്ളത്. ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് ലഘുവായിട്ട് ആദ്യം തന്നെ പറയാം. അതിനുശേഷം നമുക്ക് ഡീപ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യനില ബാലൻസ് ചെയ്യാൻ വേണ്ടി, കൂടാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ശരീരത്തിന് ശക്തിയും എനർജിയും പവറും ലഭ്യമാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ന്യൂട്രീഷണൽ പൗഡറാണ് ഈ എൻഷുർ പൗഡർ എന്നുള്ളത്. നമുക്കിതിൻ്റെ ഫുൾ റിവ്യൂ ഇനി നോക്കാം. അത് തന്നെ ഇത് പറയേണ്ടത്, ഇതൊരു 400 ഗ്രാം നെറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് എൻഷുർ കംപ്ലീറ്റ് പൗഡറിൻ്റെ വാനില ഫ്ലേവറാണ്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറിലും സ്ട്രോബെറി ഫ്ലേവർ, ഹണി ഫ്ലേവറിലെല്ലാം ലഭ്യമാകുന്നതാണ്. സോ നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങളിൽ പോവാം. ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഹോളണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അബോട്ട് ലബോറട്ടറി എന്നുള്ളതാണ്. എന്നാൽ ഈ അബോട്ട് ലബോറട്ടറി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവൈലബിൾ ആണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് അപ്പുറം മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. കൂടാതെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ എൻഷുർ പൗഡർ പോലും ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇവരുടെ ഈ അബോട്ട് കമ്പനിയുടെ ഒത്തിരി പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അവരുടെ ഇഞ്ചക്ഷൻസ്, ടാബ്ലറ്റ്, അനവധി പ്രൊഡക്ട്സ് ഇന്ന് അബോട്ടിൻ്റെ മാർക്കറ്റിൽ ലഭ്യമാണ്. സോ നമുക്ക് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചുള്ളത് അബോട്ട് കമ്പനിയുടെ എൻഷുർ കംപ്ലീറ്റ് വാനില എന്നുള്ള പൗഡറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ എൻഷുർ പൗഡർ എന്നുള്ളത്, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ദോഷഫലങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കോമ്പോസിഷൻ, ഇതിനകത്ത് എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് 28 വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതായത് 28ഓളം വൈറ്റമിൻ മിനറൽസും ഇതിൻ്റെ കൂടെ അടങ്ങിയിട്ടുണ്ട്. അതായത് 400 ഗ്രാമിനകത്ത് ഏകദേശം 28ഓളം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് എന്താണെന്ന് നോക്കാം. അനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് ആദ്യം നമുക്ക് നോക്കാം. എനർജി അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫാറ്റ്, ലിനോളിക് ആസിഡ്, ആൽഫ ലിനോളിക് ആസിഡ്, ഷുഗർ, ഫൈബർ, കൂടാതെ തന്നെ FOS, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. FOS അതായത് ഒലിഗോ ഫ്രാക്ടോസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ കൊളിൻ, ലാക്ടോസ്, ഇത്രയും ന്യൂട്രിയൻസ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടത്തിൽ നോക്കുമ്പോൾ വൈറ്റമിൻസ്, ഇതിനകത്ത് അടങ്ങിയുള്ള വൈറ്റമിൻസ് ഏതെല്ലാം നോക്കാം. വൈറ്റമിൻ A അതായത് പാൽമിലേറ്റീവ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ Aത്തിൽ തന്നെ ബീറ്റ കാർബോണേറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അടങ്ങിയുള്ളത് വൈറ്റമിൻ D3, വൈറ്റമിൻ E, വൈറ്റമിൻ K, വൈറ്റമിൻ C, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B1, B6, B12, കൂടാതെ തന്നെ നിയാസിൻ, പാന്തോണിക് ആസിഡ്, കൂടാതെ തന്നെ ബയോട്ടിനും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസ് നോക്കാം. മിനറൽസ് പറയുമ്പോൾ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അയൺ, സിങ്ക്, മാഗ്നൈസ്, കോപ്പർ, അയഡിൻ, സെലീനിയം, ക്രോമിയം, കൂടാതെ തന്നെ മോളിബിഡിയം, ഇങ്ങനെ കുറച്ച് ഏകദേശം മുമ്പ് പറഞ്ഞതുപോലെ 28 വൈറ്റമിൻസ് ആൻഡ് മിനറൽസും ടോട്ടൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 400 ഗ്രാമിനകത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രത്തോളം. അതിന് നെറ്റ് വെയിറ്റും കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാമിനകത്ത് ഇത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ഫാറ്റും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. 2.6 ഗ്രാം ഫാറ്റും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് കൂടാതെ തന്നെ എക്സ്ട്രാ കുറച്ച് കോമ്പോസിഷൻ, അല്ലെങ്കിൽ കുറച്ച് കണ്ടൻസും ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഹൈഡ്രോളൈസ്ഡ് ആയിട്ടുള്ള കോണിൻ്റെ സ്റ്റാർച്ച് ഇതിനകത്ത് അടങ്ങിയുണ്ട്. പിന്നെ മാലറ്റോഡെക്സ്ട്രിൻ എന്നൊരു സംഭവമുണ്ട്. സൺഫ്ലവർ ഓയിലുണ്ട്, സോയ് ഓയിലുണ്ട്, കനോള ഓയിലുണ്ട്. പിന്നെ കൂടാതെ തന്നെ മിൽക്ക് പ്രോട്ടീൻ ചെറുതായിട്ട് അടങ്ങിയിട്ടുണ്ട്, സുക്രോസ് ഉണ്ട്. കൂടാതെ തന്നെ ഇതൊരു ടേസ്റ്റ് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഫ്ലേവർ ഉണ്ട്, അതായത് വാനിലയുടെ ഫ്ലേവർ ഇതിനകത്ത് കുറച്ച് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് omega-3 ഉണ്ട്. അപ്പോൾ ഇത്രത്തോളം ന്യൂട്രീഷണൽ പ്രോഡക്റ്റ്, അതായത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ പ്രോഡക്റ്റാണ് ഈ വാനില ഫ്ലേവറായിട്ടുള്ള എൻഷുർ പൗഡർ എന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എൻഷുർ പൗഡർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിനടുത്ത് പറയേണ്ടത്. ശരീരത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിന് പൂർണ്ണമായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ന്യൂട്രീഷണൽ പ്രോഡക്റ്റാണ് ഈ എൻഷുർ പ്രോഡക്റ്റ് എന്നുള്ളത്. കൂടാതെ തന്നെ ശരീരം സ്ട്രോങ് ആയി ദൈനംദിന ജീവിതത്തിൽ യാതൊരുവിധ ക്ഷീണവും തോന്നാതെ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഈ പൗഡർ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. കൂടാതെ തന്നെ ശരീരത്തിന് സപ്പോർട്ട് നൽകുന്നതിലൂടെ എനർജി ലഭ്യമാവാനും ഈ പൗഡർ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം ലഭ്യമാവാൻ വേണ്ടിയിട്ടും ശരീരത്തിന് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഡെഫിഷ്യൻസി, അതായത് നമ്മുടെ ഓരോ ശരീരത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ യഥാർത്ഥത്തിലുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമുക്ക് ലഭ്യമാവാറില്ല.
അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമുക്ക് ഈ പൗഡർ കഴിക്കുന്നതിലൂടെ അതിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് അതിൻ്റെ കുറവ് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയുന്നതാണ്. കൂടാതെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ശരീരത്തിൻ്റെ തുലനനില നിയന്ത്രിക്കാൻ കഴിയും. അതായത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഈ ഒരു ദിവസത്തെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസും ന്യൂട്രിയൻസും അത് നമുക്ക് ശരീരത്തിന് എനർജി നൽകിയിട്ടോ ഇല്ലെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടോ നമ്മുടെ ശരീരത്തിന് യഥാർത്ഥ രീതിയിലുള്ള പ്രവർത്തനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടും ഉപകാരപ്പെടുന്നതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് അനവധി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഈ എൻഷുർ പൗഡറിനകത്ത്. അത് തളർച്ച മാറ്റാൻ വേണ്ടിയിട്ടും കൂടാതെ തന്നെ രക്തഓട്ടം ഹൃദയത്തിലേക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തനമാക്കാൻ വേണ്ടിയിട്ടും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് ശരിയായ രീതിയിൽ രക്തം എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടാതെ തന്നെ തൊലിക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടാതെ തന്നെ നഖത്തിനും സ്കിന്നിന് തൊലിക്കും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും മുടിക്കൊഴിച്ചിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും തലയോട്ടിലോട്ടുള്ള രക്തപ്രവാഹം ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഉപകാരപ്പെടുന്നതാണ്. കൂടാതെ തന്നെ വൈറ്റമിൻസ് അനവധി ഉള്ളതിനാൽ തന്നെ ഹൃദയം, കണ്ണുകൾ, ലിവർ, ലങ്സ്, പാൻക്രിയാസ്, കിഡ്നി എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ഇതിനകത്തുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അത് സഹായകരമാവുന്നതാണ്. ഇനി അനവധി മിനറൽസ് ഇതിനകത്ത് അടങ്ങിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ക്ലോറിയം, കാൽസ്യം, അങ്ങനെ സിങ്ക്, അയൺ, അനവധി മിനറൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തുള്ള മിനറൽസ് ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ആയതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാനും രോഗപ്രതിരോധ ശേഷി നിയന്ത്രിക്കാനും ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് സഹായകരമാകുന്നതാണ്. കൂടാതെ തന്നെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള അയൺ, കൂടാതെ തന്നെ ഫോളിക് ആസിഡ് ഇവയെല്ലാം സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ഇത്രത്തോളമാണ് ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ഉപയോഗങ്ങൾ. ഇനി നമുക്ക് ഈ പൗഡറിൻ്റെ മറ്റു ഒരു ഉപയോഗം, സാധാരണയായിട്ട് ഈ പൗഡർ ഒരുപക്ഷെ ജിമ്മിൽ പോകുന്ന വ്യക്തികളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. അവരുടെ മസിലിൻ്റെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ വളർച്ച ശരിയായ രീതിയിൽ വളർച്ചയ്ക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഈ പൗഡർ ഉപകാരപ്പെടുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ദോഷഫലങ്ങൾ പറയാം. ഇത്രത്തോളം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉപയോഗമാണ്. ഇനി ഈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം വിധ ദോഷഫലങ്ങളാണ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഉദ്ദേശിച്ചുള്ളത്. ദോഷഫലങ്ങൾ അത്രത്തോളം ഒന്നുമില്ല എങ്കിൽ പോലും അമിതമായ ഡോസ്, അതായത് ഇവർ അളവിൽ പറഞ്ഞതിൽ കൂടുതൽ ഡോസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന ചില ദോഷഫലങ്ങൾ അത് റയറായിട്ട് മാത്രം, അതായത് ഡയറിയ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് വയറ്റിൽ പോകുന്ന ഒരു സാഹചര്യം, ഛർദി, അടിവയറിൽ അതായത് അബ്ഡോമിനൽ പെയിൻ വരാൻ കാരണമാവാറുണ്ട്. പിന്നെ ഒരുപക്ഷെ BP വേരിയേഷൻ വരും, ഇൻക്രീസ് ആവുന്ന സാഹചര്യം വരിക, അല്ലെങ്കിൽ പൾസ് റേറ്റിൽ വേരിയേഷൻ വരിക. ഇതെല്ലാമാണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ. പിന്നെ ഇതിനകത്ത് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ അടങ്ങുമ്പോൾ ഷുഗറിൽ വ്യക്തികൾ ഇത് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അവരുടെ ഷുഗർ ഹൈ ലെവലിൽ പോകാൻ ഒരു കാരണമാകുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതിൻ്റെ തന്നെ എൻഷുർ കംപ്ലീറ്റിന് തന്നെ ഡയബറ്റിക്സ്, അതായത് ഷുഗർ പേഷ്യൻറ്റുകൾക്ക് വളരെ സൂട്ടബിളായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വാർദ്ധക്യമായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണിത്. അവരുടെ തളർച്ച, ശരീരത്തിന് ഉന്മേഷം നൽകാൻ വേണ്ടിയിട്ട്, ക്ഷീണം മാറാൻ വേണ്ടിയിട്ടെല്ലാം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാണിങ്ങിലും എടുത്തു പറയുന്ന കാര്യം ഇതാണ്. ഷുഗറുള്ള വ്യക്തികൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലി ഫോർ ഡയബറ്റിക്സിനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നുണ്ട്. അത് മാത്രം മേടിച്ച് ഉപയോഗിക്കുക. കൂടാതെ തന്നെ ഇത് കുട്ടികൾക്ക്, അതായത് 13 വയസ്സിന് താഴെയുള്ളവർക്ക് എൻഷുർ കംപ്ലീറ്റ് പൗഡർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അവർക്ക്, അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവരുടെ കമ്പനി തന്നെ അബോട്ട് ലബോറട്ടറി തന്നെ പീഡിയാഷുവർ എന്നുള്ളൊരു പ്രോഡക്റ്റ്, അതായത് 1 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് പീഡിയാഷുവർ എന്നുള്ളൊരു പ്രോഡക്റ്റ് അവർ നിർമ്മിക്കുന്നുണ്ട്. അത് മേടിച്ച് കൊടുക്കാവുന്നതാണ്. യാതൊരുവിധ ദോഷഫലങ്ങളുമില്ല. കൂടാതെ തന്നെ ഒരു ബോട്ടിൽ തുറന്ന് കഴിഞ്ഞാൽ അത് 3 ആഴ്ചക്കകം, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ അവിടെ കാണിക്കാം. ഇതിനകത്ത് എൻ്റെ കയ്യിൽ 3 ബോട്ടിലുണ്ട്. ഇത് ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള ബോട്ടിലാണ്. 10 ദിവസത്തിനുള്ളിൽ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 10 ഡേയ്സ് അല്ലെങ്കിൽ 8 ദിവസത്തിനുള്ളിൽ 3 ആഴ്ചക്കുള്ളിൽ അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. 3 ആഴ്ച 21 ദിവസത്തിനുള്ളിൽ ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അതിനകത്ത് പൗഡർ അതൊരു ഒരു ക്രിസ്റ്റൽ ഫോമായിട്ട് മാറും. അപ്പോൾ അത് ഒരു 3 ആഴ്ചക്കുള്ളിൽ ഏറ്റവും പെട്ടെന്ന് 3 ആഴ്ചക്കുള്ളിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബോട്ടിൽ ഇവർ പറഞ്ഞ റെക്കമെൻഡ് ഡോസിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ദിവസം, മാക്സിമം പോയി കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ ഒരു ബോട്ടിൽ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ അത് എങ്ങനെ കഴിയുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ എൻഷുർ പൗഡർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ആക്ച്വലി ഇതിന് വേണ്ടത് വെറും 230 ml മാത്രമാണ് ഒരു നേരം നമ്മൾ സർവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു നേരം മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ കുടിക്കേണ്ട ml എന്ന് പറയുന്നത് 200 ml മാത്രമാണ്. അത് വെള്ളവും പൗഡറും പാടിയും കൂടിയിട്ട് മൊത്തത്തിൽ വരുന്ന ക്വാണ്ടിറ്റിയാണ് 230 ml. അതൊരു ആവറേജ് 200 ml 230 ml എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക.
അതായത് ഇതിനകത്ത് മൊത്തത്തിൽ വേണ്ടത് നമുക്ക് നോക്കാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. ഇതിനകത്ത് വേണ്ടത് 195 ml വെള്ളം, അതായത് ഏകദേശം 195 മില്ലി വെള്ളമാണ് ഇതിനകത്ത് വേണ്ടത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്, ഇതിനകത്ത് സ്പൂൺ ഉണ്ട് അല്ലെങ്കിൽ സ്കൂപ്പ് ഉണ്ട്. ഈ സ്കൂപ്പിന് നമ്മൾ 6 സ്കൂപ്പാണ് ഇവർ കമ്പനി പറയുന്നത് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. 195 ml വാട്ടർ, 195 ml വെള്ളത്തിനകത്ത് 6 സ്കൂപ്പാണ് ആഡ് ചെയ്യാൻ വേണ്ടി കമ്പനി പറയുന്നത്. എന്നാൽ ഇതിനകത്ത് അത്രത്തോളം ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. ഒരു 4 സ്കൂപ്പോളം ആഡ് ചെയ്ത് നമുക്കൊരു 150 ml വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ടോട്ടൽ ഒരു 200 ml നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് വേണ്ടത് കോൾഡ് വാട്ടർ, അതായത് തണുത്ത വെള്ളം ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ അതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് നോക്കാം. ഞാൻ ഒരു ഡെയിലി നൈറ്റിലാണ് ഉപയോഗിക്കാറ് സാധാരണ. സോ നമുക്കിത് ഇപ്പോൾ ഈ നേരത്തെ ഉപയോഗിച്ച് കാണിച്ചു തരാം. കറക്റ്റായിട്ട് 24 hours കറക്റ്റായിട്ട് ടൈമിൽ ഉപയോഗിക്കണം. ഞാൻ അതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് 4 സ്കൂപ്പ് ഇതിനകത്ത് എൻഷുർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. ഇത് സെക്കൻഡ് ബോട്ടിലാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. സോ ഇതിനകത്ത് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല കോൾഡ് വാട്ടർ, അതായത് ഐസ് വാട്ടറാണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. ഐസ് വാട്ടർ ഓൾറെഡി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നോർമൽ വാട്ടർ അറിയണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിനകത്ത് മിൽക്കോ അതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറച്ച് വാട്ടർ ഇതിനകത്ത് ആഡ് ചെയ്യാം. ശേഷം അത് നന്നായിട്ട് ഒന്ന് സ്റ്റെറൈൽ ചെയ്യുക. സോ ഇതിനകത്ത് തണുത്ത വെള്ളം അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഏകദേശം ഞാൻ ഇപ്പോൾ 230 ml ഇതിനകത്ത് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഒരു എന്താ പറയുക ഓൾറെഡി പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 15 gram ഷുഗർ ഇതിനകത്ത് ഓൾറെഡി ഞാൻ 15 gram ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഒരു ടേസ്റ്റിന് വേണ്ടി ഷുഗർ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. യാതൊരു കാരണവശാലും മിൽക്കോ പാലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതിനകത്ത് മുമ്പ് പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്ന വിധമാണ്. 4 സ്കൂപ്പ് അല്ലെങ്കിൽ 6 സ്കൂപ്പ് വരെ ഉപയോഗിക്കാം, യാതൊരു കുഴപ്പമില്ല. 6 സ്കൂപ്പ് പൗഡർ ഗ്ലാസ്സിലോട്ട് ഇടുക. ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഐസ് വാട്ടർ ഏതാണോ അത് ഐസ് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ആഡ് ചെയ്യാം. നോർമൽ വാട്ടറും ആഡ് ചെയ്യാം. ഒരിക്കലും തിളപ്പിച്ച വെള്ളം ആവശ്യമില്ല. ശേഷം നന്നായിട്ടൊന്ന് സ്റ്റെറൈൽ ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, സ്റ്റെറൈൽ ചെയ്യുക. അപ്പോൾ ഓൾറെഡി പ്രിപ്പയറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ദിവസം ഒരു നേരം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ രാത്രിയിൽ 9 മണിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് കറക്റ്റ് ടൈമിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാലത്താണെങ്കിൽ രാവിലെ ഉപയോഗിക്കാം. ദിവസം ഒരു പ്രാവശ്യം 230 ml എൻഷുർ പൗഡർ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇത് പ്രഗ്നൻസി ഇല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ലാക്ടേഷൻ സമയത്ത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാം. ഡ്യൂറിങ് പ്രഗ്നൻസി ഉപയോഗിക്കാം, കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സാഹചര്യത്തിലും ഉപയോഗിക്കാം. എങ്കിൽ പോലും അവരുടെ ഗൈനക്കോളജിസ്റ്റുള്ള ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശം പാലിക്കാവുന്നത് വളരെ നല്ലതാണ്. കാരണം ചില പ്രഗ്നൻസി ടൈമിൽ ഡോക്ടേഴ്സ് ഓൾറെഡി മൾട്ടി വൈറ്റമിൻസും അയണും കൂടാതെ തന്നെ കാൽസ്യം എല്ലാം സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഇത് ഉപയോഗിക്കുമ്പോൾ അതൊരു പക്ഷേ ഓവർ ഡോസായി മാറും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, ഛർദി, അബ്ഡോമിനൽ പെയിൻ കൂടാതെ തന്നെ ബ്ലോട്ടിങ്, അങ്ങനെ പല കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ വളരെ അനിവാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് നോക്കാം. ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഏകദേശം ഈ 400 gram നെറ്റ് വെയ്റ്റിന് വരുന്നത്, ആമസോണിലെല്ലാം കാണുന്നത്, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വെബ്സൈറ്റിൽ കാണുന്നത് ഏകദേശം 400 ഗ്രാമിന് 450 രൂപ മുതൽ 590 രൂപ വരെ കാണിക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു UAE മാർക്കറ്റിലാണെങ്കിൽ ഏകദേശം 30 ദിർഹം മുതൽ 40 ദിർഹം വരെയും കാണിക്കുന്നുണ്ട്. ഇത് വാനിലയുടെ ഫ്ലേവറിൻ്റെ റേറ്റാണ് കാണിക്കുന്നത്. ഇനി ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് യാതൊരുവിധ കാരണവശാലും കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. തണുപ്പുള്ള, കൂളായിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാവിധ ഫാർമസികളും അവൈലബിൾ ആണ്. കൂടാതെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഓൺലൈൻ ഷോപ്പുകൾ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. സോ മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാവിധ നിയന്ത്രണങ്ങൾക്കും ആരോഗ്യപരമായിട്ടുള്ള എല്ലാവിധ കുഴപ്പങ്ങൾക്കും ഇല്ലെങ്കിൽ തളർച്ചയ്ക്ക്, ക്ഷീണത്തിന് ഉന്മേഷം നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള വ്യക്തികൾക്ക് എല്ലിനും പല്ലിനും ബലം ലഭിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ട എല്ലാവിധ വൈറ്റമിൻസും, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ട എല്ലാവിധ വൈറ്റമിൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വയസ്സായവർക്ക് ഉപയോഗിക്കാം, സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യാസമില്ലാതെ ആർക്കും ഉപയോഗിക്കാം. 13 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് എൻഷുർ എന്നുള്ള ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. 1 വയസ്സിനും 13 വയസ്സിനും ഇടയിലുള്ളവർക്ക് പീഡിയാഷുവർ എന്നുള്ള പ്രോഡക്റ്റ് ലഭ്യമാണ്, അത് ഉപയോഗിക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു. സോ ഞാൻ ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ലിക്വിഡ് എൻഷുർ കംപ്ലീറ്റ് വാനില പ്രൊഡക്റ്റ് ഞാൻ കുടിക്കാൻ പോവുകയാണ്. എനിവേ താങ്ക് യു.